ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അൺബോക്സിംഗിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രുതി എന്നാണ്. വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എന്താണ് ഇത്രയും വലിയൊരു ബോക്സിൽ വന്നിരിക്കുന്നത് എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പാക്കറ്റ് അഴിക്കുവാണ്. ഫസ്റ്റ് കാർഡ്ബോർഡ് ബോക്സ് നമ്മളിപ്പം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കാർഡ്ബോർഡ് ബോക്സിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നന്നായിട്ടാണ് അവർ പാക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ദൂരത്ത് നിന്ന് വരുന്നതായതുകൊണ്ട് കേട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കെയർഫുള്ളായിട്ട് പാക്കിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ രണ്ടാമത്തെ ബോക്സും നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് വീണ്ടും തെർമോക്കോൾ വെച്ചിട്ട് പിന്നെയും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേഫായിട്ട് നമ്മുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ടാണ്, ഡാമേജ് ഒന്നും കൂടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നന്നായിട്ട് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ളിലെ ഐറ്റംസ് ഓരോന്നായിട്ട് എടുത്ത് തുടങ്ങാം. ഇതിൻ്റെ എല്ലാ പാർട്സും അവർ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇത്രയും വലിയ ഐറ്റം ആയതുകൊണ്ട് കയറ്റി വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാം ഡാമേജ് ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്, അതും പറയണമല്ലോ. അപ്പോൾ പാക്കിങ് നല്ലതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേൽഭാഗം. നമ്മളുടെ ടേബിളിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത് ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ്. കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഇത് നോക്കിയിട്ട് വേണം അസംബിൾ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് അവരൊരു ഷീറ്റിൽ അത് കൊടുത്തിട്ടുമുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരതിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയും കണ്ടും ചെയ്താൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. 2-3 എക്സ്ട്രാ കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ടൂള് കണ്ടോ, ഇതിന് ഹെക്സ് കീ എന്നാണ് പറയുന്നത്, അലൻ കീ എന്നും പറയും. ഇതൊരു എൽ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ സ്ക്രൂ ഒക്കെ ടൈറ്റൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും അവരുടെ ഈ ഒരു ബോക്സിൽ അവർ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ചെയറാണ്. അപ്പോൾ അതാണ് ശരത്തേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹെക്സ് കീ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് വായിച്ച് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് സ്ക്രൂ ആണ്. സ്ക്രൂ വെച്ചിട്ട് ടൈറ്റൻ ചെയ്യുന്ന പരിപാടി ഒത്തിരി ചെയ്യാനായിട്ടുണ്ട്. അവസാനം നമ്മളുടെ ചെയർ റെഡിയായി. പിള്ളേർ ഇരുന്നൊക്കെ നോക്കി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമുക്ക് ഹൈറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിളിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ 2 കാലാണ് ഈ ടേബിളിൻ്റെ ഈ കാണുന്നത്. ഇത് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തേലാണ് ഇപ്പം ചെയ്യുന്നത്. അതിന് ശേഷം ഹൈറ്റ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതിലും ഒത്തിരി സ്ക്രൂ വെച്ചിട്ടുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. 2 സ്ക്രൂ ചെയ്യുന്ന ഏരിയ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഹോൾസ് കണ്ടോ ഒത്തിരി ഉണ്ട്. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇത് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് വേണ്ട ഹൈറ്റിലേക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത്രയും പറ്റും. ഏറ്റവും കുറവെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്കും നീട്ടിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തേലാണ് ഇട്ട് നോക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതും നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇതിൻ്റെ കാലുഭാഗം 2ഉം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രെയിറ്റ് നിർത്തിയിട്ട് ഇതിനെ ജോയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സ്റ്റോറേജ് ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ടേബിളിൻ്റെ ആ മേലഭാഗത്തിന് കീഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട് ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ 3 പാർട്ടായിട്ടാണ് അവർ തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർഫേസ് അവർ ഒരു എക്കോ ഫ്രണ്ട്ലി ഫൈബർ ബോർഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ബുക്സ്, ബോക്സ്, പെൻസില്, ഡ്രോയിങ്ങിൻ്റെ ബുക്സ്, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങൾ അവർക്കുണ്ടോ അതൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒപ്പം അവർ തന്നിട്ടുണ്ട്. അതും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ഓരോ പാർട്സിന് വേണ്ടിയിട്ടും. അപ്പോൾ അത് നമ്മൾ നോക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.
അങ്ങനെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് അസംബിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനും സ്ക്രൂ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് സ്പേസും ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സർഫേസ് ഇതിനെ ഒരു ഡെസ്കിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുമായിട്ട് ജോയിൻ ചെയ്യാണ്. അതും സ്ക്രൂ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്കിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇത് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നോട്ട്സോ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ടാബോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒക്കെ വെച്ച് കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ഡെസ്കും കൂടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്ക് നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ബുക്കൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്കത് നോക്കി എഴുതുകയും ചെയ്യാം. വളരെ നന്നായിട്ട് തന്നെയാണ് കേട്ടോ ഇതിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടേബിൾ ആണെങ്കിലും ചെയർ ആണെങ്കിലും രണ്ടും അടിപൊളിയാണ്. ഇരിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയറാണ് കേട്ടോ ഇത്. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു 3 വയസ്സ് മുതൽ ഒരു 10-12 വയസ്സിന് മേലെ വരയ്ക്കും ഇത് ഉപയോഗിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട്. സ്റ്റാർ ആൻഡ് ഡെയ്സിയുടെ കമ്പനി വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ചിരിക്കുന്നത്. ഇതുകൂടാണ്ട് ആമസോണിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതൊരു 4000 റേഞ്ചിൽ വരുന്ന ഒരു സ്റ്റഡി ടേബിൾ സെറ്റാണ് കേട്ടോ. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യസമേതം മേടിക്കാം. വളരെ ക്വാളിറ്റി ഉള്ളത് കൊണ്ടും നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.